ഖത്തറിൽ സ്വദേശികളല്ലാത്തവർക്ക് ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളും മേഖലകളും പ്രഖ്യാപിച്ചു. 99 വർഷത്തേക്ക് കൈവശം വെച്ച് ഉപയോഗിക്കാനുള്ള അനുവാദം നൽകുന്ന 16 മേഖലകളും പ്രഖ്യാപിച്ചു. പ്രവാസികൾക്ക് ഖത്തറിൽ ഭൂമി വാങ്ങാവുന്ന മേഖലകൾ വിജ്ഞാപനം ചെയ്യുന്ന കരട് പ്രമേയത്തിന് കഴിഞ്ഞയാഴ്ച മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. നീതിന്യായ മന്ത്രിയും ക്യാബിനറ്റ് കാര്യ ആക്ടിംഗ് മന്ത്രിയുമായ ഡോക്ടർ ഇസാ ബിൻ സാദൽ ജഫാലി അൽ നുഐമിയാണ് ഖത്തറിൽ പ്രവാസികൾക്ക് ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ അനുമതിയുള്ള സ്ഥലങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത്. ഖത്തൈഫിയയിലെ വെസ്റ്റ് ബേ ഏരിയ, പേൾ ഏരിയ, അൽക്കോർ റിസോർട്ട്, അൽ ഖസർ ഏരിയ, അൽ ദഫ്ന, ഉനൈസ, അൽ വസീൽ, കറൈറ്റ്, ജബൽ തൈലബ്, റൗലത്ത് അൽ ജഹാനിയ എന്നിവിടങ്ങളിലാണ് വിദേശികൾക്ക് വസ്തുക്കളിൽ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാനാവുക. മുഷൈരിബ്, ഫരീജ്, അബ്ദുൽ അസീസ്, ദോഹ അൽ ജദീദ, ഓൾഡ് ഗാനിം, റിഫ, അൽഹാത്തെ അൽ അത്തീഖ്, സൽത്ത, ഫരീജ് ബിൻ മഹ്മൂദ് 22, ഫരീജ് ബിൻ മഹ്മൂദ് 23, അൽ ഖൈൽ, മൻസൂറ, ഫരീജ് ബിൻ ദിർഹം, നജ്മ, കുവൈലിന, അൽ ഖലീഫാത്ത്, അൽസദ്, ന്യൂ അൽ മിർക്കബ്, ഫരീജ് അൽ നാസർ, എയർപോർട്ട് ഏരിയ തുടങ്ങിയ മേഖലകളിലാണ് 99 വർഷത്തേക്ക് ഭൂമി കൈവശം വെച്ച് ഉപയോഗിക്കാനാവുക. താമസാവശ്യത്തിനുള്ള കെട്ടിടവും വാടകയ്ക്ക് നൽകുന്നതിനായി വില്ലകളും ഫ്ളാറ്റുകളും ഉൾപ്പെടെ സമുച്ചയങ്ങളും വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങളിൽ ഷോപ്പുകളുടെ ഉടമസ്ഥാവകാശവും ഇനി വിദേശികൾക്ക് സ്വന്തമാക്കാം. വ്യവസ്ഥകൾക്ക് വിധേയമായി ഭൂമിയിൽ അവകാശമുള്ള കാലത്തോളം വിദേശികൾക്ക് ഖത്തറിൽ താമസാനുമതിയും ഉറപ്പാക്കുന്നു. ഉടമസ്ഥാവകാശമുള്ള വസ്തുവിന്റെ മൂല്യം $2 ലക്ഷം കുറവല്ലെങ്കിൽ ഉടമസ്ഥാവകാശമുള്ള കാലത്തോളം താമസാനുമതി ലഭിക്കും. ഉയർന്ന നിലവാരവും പൂർണ്ണമായി സേവനം ചെയ്യപ്പെട്ടതുമായ സ്ഥലങ്ങളാണ് ഉടമസ്ഥാവകാശത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച ഗതാഗത സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പെർമനന്റ് റെസിഡൻസി നിയമത്തിലെ ചില വ്യവസ്ഥകളിൽ ഭൂമി വാങ്ങുന്നവർക്ക് ഇളവ് ലഭിക്കും. സ്ഥിരം താമസാനുമതി ലഭിക്കുന്നതോടെ സർക്കാർ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസവും ചികിത്സയും ദേശീയ സാമ്പത്തിക മേഖലകളിൽ നിക്ഷേപത്തിനുള്ള അവസരം എന്നിവയെല്ലാം ലഭിക്കും. മീഡിയ 1 ദോഹ.